മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 32-ാമത് തിരുവചനത്തില് നാം വായിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഈശോ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടത് കുരിശിലെ മരണത്തിലൂടെയല്ലേ? ഈശോയുടെ മരണത്തിലേക്ക് എല്ലാവരെയും ആകർഷിച്ചത്, അവിടുത്തെ ഉത്ഥാനത്തിന് മഹത്വമുണ്ടായത് ഈശോയുടെ മരണം കുരിശുമരണമായതുകൊണ്ടല്ലേ? സഹനത്തിലൂടെ, വേദനകളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായതുകൊണ്ടല്ലേ ഈശോയുടെ ജീവിതം ഉയർത്തപ്പെട്ടത്? അങ്ങനെയെങ്കിൽ ഈശോയുടെ മക്കളായി നമ്മളുടെ ജീവിതത്തിന്റെ ഓരോരുത്തരുടെയും ഉയർച്ച എങ്ങനെയാ? അത് സഹനത്തിലൂടെ, വേദനയിലൂടെ, കഷ്ടതയിലൂടെയുള്ളതാ. നമ്മുടെ ജീവിതത്തിലേക്ക് വേദന കടന്നു വരുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് കഷ്ടത കടന്നു വരുമ്പോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇല്ലായ്മ കടന്നു വരുമ്പോ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഉയർത്തപ്പെടുന്ന നിമിഷങ്ങളാണ് ആ നിമിഷങ്ങൾ. ജീവിതത്തിന്റെ സഹനങ്ങളെ ഈ ഒരു മനോഭാവത്തോടുകൂടെ ഏറ്റെടുക്കുവാനായിട്ട് സാധിച്ച നിന്റെ ജീവിതത്തിലേക്ക് വലിയ കൃപയൊഴുകും. ദൈവം നിന്നെ ഉയർത്തുന്ന നിമിഷമാണ്, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന നിമിഷമാണ്, ദൈവം നിന്നെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന നിമിഷമാണ് സഹനത്തിന്റെ നിമിഷമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹന നിമിഷങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനായിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കരങ്ങളിൽ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ച് നമ്മുടെ സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ സഹന നിമിഷങ്ങളിൽ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ നിമിഷങ്ങളാണ് നിമിഷങ്ങൾ എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ സഹനങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പരാജയങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.